നമസ്കാരം. തിരുവനന്തപുരം ലത്തീൻ അതിരൂപത മീഡിയ കമ്മീഷൻ ന്യൂസ് ടൈം. പ്രധാന വാർത്തകൾ. KCYM സംസ്ഥാന കലോത്സവം ഉത്സവ് 2024 സമാപിച്ചു. കേരള കത്തോലിക്ക സഭയിലെ 32 രൂപതകൾ പങ്കെടുത്ത ഉത്സവ് 2024 സംസ്ഥാന കലോത്സവത്തിന് തിരശ്ശീല വീണു. തിരുവനന്തപുരം ലത്തീൻ അതിരൂപത ആതിഥേയത്വം വഹിച്ച കലോത്സവം നവംബർ 9-10 തീയതികളിലായി തുമ്പ സെന്റ് സേവിയേഴ്സ് കോളേജിലാണ് അരങ്ങേറിയത്. 4 വേദികളിലായി നടന്ന മത്സരങ്ങളിൽ 700ഓളം യുവജനങ്ങൾ പങ്കെടുത്തു. പ്രശസ്ത ചലച്ചിത്ര നടൻ അലൻസിയർ ലോപ്പസ് കലോത്സവ ദിനങ്ങൾക്ക് തിരിതെളിച്ചു. ഉദ്ഘാടന സമ്മേളനത്തിന് KCYM സംസ്ഥാന പ്രസിഡന്റ് ഇമ്മാനുവൽ MJ അധ്യക്ഷത വഹിച്ചു. KCYM സംസ്ഥാന ആനിമേറ്റർ സിസ്റ്റർ നോർബർട്ട് CTC ആമുഖ പ്രഭാഷണം നടത്തി. KCYM തിരുവനന്തപുരം ലത്തീൻ അതിരൂപത പ്രസിഡന്റ് സനു സാജൻ, ഡയറക്ടർ ഫാദർ ഡാറിൻ ഫെർണാണ്ടസ്, പുതുക്കുറിച്ചി ഫെറോന വികാരി ഫാദർ ഹയസിൻ നായകം എന്നിവർ സംസാരിച്ചു. തിരുവനന്തപുരം അതിരൂപതയിൽ ലോക മത്സ്യത്തൊഴിലാളി ദിനം ആചരിച്ചു. സർക്കാരിനും സമൂഹത്തിനും മത്സ്യത്തൊഴിലാളികൾ നൽകിയ സേവനത്തെ വിസ്മരിക്കരുതെന്ന് തിരുവനന്തപുരം ലത്തീൻ അതിരൂപത ആർച്ച് ബിഷപ്പ് ഡോക്ടർ തോമസ് ജെനെറ്റോ പറഞ്ഞു. ലോക മത്സ്യത്തൊഴിലാളി ദിനത്തിൽ ലത്തീൻ അതിരൂപതയുടെ ഫിഷറീസ് മിനിസ്ട്രിയുടെ നേതൃത്വത്തിൽ പൂന്തുറയിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ അധ്യക്ഷത വഹിച്ച് പ്രസംഗിക്കുകയായിരുന്നു അദ്ദേഹം. വിഴിഞ്ഞം തുറമുഖ സമരത്തോടനുബന്ധിച്ച് ഉന്നയിച്ച 7 ആവശ്യങ്ങളിൽ ഉൾപ്പെട്ടതാണ് മുതലപ്പുഴയുടെ വികസനവും വലിയ തുറയിലെ ഗോഡൌണുകളിൽ കഴിയുന്ന മത്സ്യത്തൊഴിലാളികളുടെ പുനരധിവാസവും കെട്ടിടങ്ങളുടെ നിർമ്മാണം ഇതുവരെയും പൂർത്തിയായിട്ടില്ലെന്ന് അദ്ദേഹം പറഞ്ഞു. വലിയതുറ ഫെറോന ചൈൽഡ് പാർലമെന്റ് ശിശുദിനം ആഘോഷിച്ചു. വലിയതുറ ഫെറോനയിൽ ചൈൽഡ് പാർലമെന്റ് അംഗങ്ങൾ ശിശുദിനം ആഘോഷിച്ചു. ചൈൽഡ് പാർലമെന്റ് ആരോഗ്യ വകുപ്പ് മന്ത്രി മാസ്റ്റർ ജോഷുവയുടെ അധ്യക്ഷതയിൽ നടന്ന ആഘോഷ പരിപാടികൾ അതിരൂപത സാമൂഹ്യ ശുശ്രൂഷ ഡയറക്ടർ ഫാദർ ആഷ്ലിൻ ജോസ് ഉദ്ഘാടനം ചെയ്തു. ജോവി കൊണ്ടൂരിന്റെ നേതൃത്വത്തിൽ വ്യക്തിത്വ വികസന ക്ലാസ് നടന്നു. തുടർന്ന് നടന്ന ക്വിസ് മത്സരത്തിൽ വിജയികളായവർക്ക് സമ്മാനങ്ങൾ വിതരണം ചെയ്തു. ആഘോഷ പരിപാടിയോടനുബന്ധിച്ച് റാലി, പ്രസംഗ മത്സരം, ഉപന്യാസ മത്സരം, കുട്ടികളുടെ വിവിധ കലാപരിപാടികൾ എന്നിവയും അരങ്ങേറി. സാമൂഹ്യ ശുശ്രൂഷ ഫെറോന കോർഡിനേറ്റർ ഫാദർ ബിജിൻ, ഫെറോന വികാരി ഫാദർ സാബാസ്, രൂപത ചൈൽഡ് പാർലമെന്റ് കോർഡിനേറ്റർ രമ്യ, ഫെറോന ട്രഷറർ വില്ലി ബ്രോഡ്, ആനിമേറ്റർ ഷീജ എന്നിവർ സന്നിഹിതരായിരുന്നു. KLM അതിരൂപതാ സമിതി തിരഞ്ഞെടുപ്പും ജീവൻ ജ്യോതി സുരക്ഷാ പദ്ധതി ഉദ്ഘാടനവും നടന്നു. KLM അതിരൂപത ഡയറക്ടർ ഫാദർ സ്റ്റാലിൻ ഫെർണാണ്ടസിന്റെ നേതൃത്വത്തിൽ നടന്ന തിരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ അതിരൂപത പ്രസിഡന്റ് ശ്രീ ജോൺ എറോണിയാസ് അധ്യക്ഷത വഹിച്ചു. തുടർന്ന് KLM അംഗങ്ങൾക്കുള്ള ജീവൻ ജ്യോതി സുരക്ഷാ പദ്ധതിയുടെ ഉദ്ഘാടനം തോമസ് ജെനെറ്റോ മെത്രാപ്പൊലീത്ത നിർവഹിച്ചു. ജീവൻ ജ്യോതി സുരക്ഷാ പദ്ധതിയെക്കുറിച്ചുള്ള അവബോധം ജീവൻ ജ്യോതി ഡെവലപ്മെന്റ് ഓഫീസർ ശ്രീ A. ലോറൻസ് നായകദാസ് നൽകി. ചൊവ്വര തിരുക്കുടുംബ ദേവാലയത്തിൽ മതബോധന ദിനം ആഘോഷിച്ചു. ചൊവ്വര തിരുക്കുടുംബ ദേവാലയത്തിൽ മതബോധന ദിനവും മതബോധന അധ്യാപകരുടെ മധ്യസ്ഥൻ വിശുദ്ധ ചാൾസ് ബൊറോമയുടെ തിരുനാളും ആഘോഷിച്ചു. ആഘോഷ പരിപാടിയോടനുബന്ധിച്ച് ദിവ്യബലിയും എക്സിബിഷനും പൊതുസമ്മേളനവും കലാപരിപാടികളും നടന്നു. മതബോധന വിദ്യാർത്ഥികൾ അധ്യാപകർക്ക് പൂക്കൾ നൽകി ആദരിച്ചു. ഇടവക വികാരി ഫാദർ ജേക്കബ് മരിയ അധ്യാപകർക്കും വിദ്യാർത്ഥികൾക്കും പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. തുടർന്ന് നടന്ന എക്സിബിഷനിൽ ബൈബിൾ കേന്ദ്രീകൃതവും സഭാപരവുമായ അറിവ് പകർന്നു നൽകുന്ന വസ്തുക്കൾ പ്രദർശിപ്പിച്ചു. ഇതിന് പിന്നിൽ പ്രവർത്തിച്ച അധ്യാപകരെയും വിദ്യാർത്ഥികളെയും പിന്തുണ നൽകിയ മാതാപിതാക്കളെയും ഇടവക വികാരി പ്രശംസിച്ചു. തൃപ്തികരമായ പരിഹാരമില്ലെങ്കിൽ സമരം തുടരണം. മുനമ്പം സമരപ്പന്തൽ സന്ദർശിച്ച് ആർച്ച് ബിഷപ്പ് തോമസ് ജെനെറ്റോ. മുനമ്പത്തെ ഭൂമി പ്രശ്നത്തിന് തൃപ്തികരമായ പരിഹാരമില്ലെങ്കിൽ സമരം തുടരണമെന്ന് തിരുവനന്തപുരം ആർച്ച് ബിഷപ്പ് ഡോക്ടർ തോമസ് ജെനെറ്റോ മുനമ്പം സമരപ്പന്തൽ സന്ദർശിച്ച് പ്രസംഗിക്കുകയായിരുന്നു അദ്ദേഹം. പ്രശ്നപരിഹാരം നീണ്ടുപോകുന്നത് ഒട്ടും ശരിയല്ല. അത് മുതലെടുക്കാൻ ശ്രമിക്കുന്നവരുമുണ്ട്. മുനമ്പത്തുകാരുടെ ആകുലതയേക്കാൾ അധികാരികൾക്ക് ഉപതിരഞ്ഞെടുപ്പാണ് പ്രധാനം. അധികാരികൾ കണ്ണു തുറക്കണമെന്നും സ്ഥലവാസികളുടെ അവശതകൾ കാണണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. കൂടുതൽ വാർത്തകൾക്കും വിശദാംശങ്ങൾക്കുമായി മീഡിയ കമ്മീഷൻ ന്യൂസ് പോർട്ടലോ ഫേസ്ബുക്ക് പേജോ സന്ദർശിക്കുക. അടുത്ത ന്യൂസ് ബുള്ളറ്റിനിൽ വീണ്ടും കാണുന്നതുവരെ നന്ദി.